നിങ്ങൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. ഈ ലോകത്തുള്ള എല്ലാ ആൺമക്കളും കണക്കാ. എന്റെ ശ്രീകര മറ്റൊരു കണക്കും. എന്റെ മകനെ പോലെ ഒരു മകനും ഉണ്ടാവില്ല. ഇങ്ങനൊരു മകന് ജന്മം കൊടുത്തത് എന്റെ ഭാഗ്യമാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. പ്രസാദറാവുവിന്റെ മകൻ ശ്രീകർ എന്നല്ല, ശ്രീകറിന്റെ അച്ഛൻ പ്രസാദറാവു എന്ന് പറയണം. നീ എപ്പോഴും ആ നിലയിൽ ഉണ്ടാകണം മോനെ. ഉണ്ടാകുമെന്ന വിശ്വാസം എനിക്കുണ്ട്. എന്റെ അനുവാദമില്ലാതെ എന്തിനാ നീ എന്റെ മുറിയിലേക്ക് വന്നത്? ഇറങ്ങി പോടാ. നിന്റെ സ്ഥാനവും അതിരും നിനക്ക് പറഞ്ഞു തന്നതല്ലേ? ഈ സമയത്ത് ഒരു കള്ളനെ പോലെ വന്നതെന്തിനാ? നിന്നോട് ഞാൻ പറഞ്ഞത് ഇറങ്ങി പോവാൻ. ഇങ്ങനെ അമ്മ പറയുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മേ. ഇനി ഞാനുമായിട്ടൊരു ബന്ധമില്ല എന്ന് അമ്മ നേരത്തെ പറഞ്ഞില്ലേ? ഞാൻ അമ്മയുടെ സ്വന്തം മകനല്ലേ? ഞാൻ ആരും അല്ലെന്ന് അമ്മ നിസ്സാരമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് പക്ഷേ അതൊന്നും സഹിക്കാൻ പറ്റില്ല അമ്മേ. ഞങ്ങൾക്ക് നിസ്സാരമാണെന്നോ? ഞങ്ങളുടെ മനസ്സും വിഷമവും ഒക്കെ നീ അളന്നു തൂക്കിയ പോലെയാണല്ലോ നിന്റെ സംസാരം. ഞങ്ങൾ എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാടാ? നിന്റെ കണ്ണിൽ നിന്നും 4 കണ്ണുതുള്ളി ഇറ്റിയപ്പോ നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഞങ്ങളുടെ കണ്ണിപ്പോ കടലാടാ. അപ്പൊ ഞങ്ങളുടെ അവസ്ഥ എന്താ? എന്നെ ഒന്ന് മനസ്സിലാക്കച്ച. സംഭവിച്ച കാര്യങ്ങളൊന്നും തിരുത്താൻ പറ്റില്ലല്ലോ അച്ഛാ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം അച്ഛാ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തല്ലിക്കോളൂ, വഴക്ക് പറഞ്ഞോളൂ. അല്ലാതെ ഇങ്ങനെ അകറ്റി നിർത്തിയിട്ട് എന്നെ ശിക്ഷിക്കല്ലേ അച്ഛാ. സംഭവിച്ചു പോയ തെറ്റ് മാറ്റാനാവില്ലെന്ന് നീ പറഞ്ഞില്ലേ? അങ്ങനെ ഒരു അവസരം കിട്ടിയ നീ മാറ്റിയോ? അതെങ്ങനെയാ നടക്കുക അമ്മേ? നടക്കാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. മറ്റാരെക്കാളും അമ്മയെ എനിക്ക് ഏറ്റവും വലുതെന്ന് നീ പറയാറില്ലേ? ഈ അമ്മയ്ക്ക് വേണ്ടി അവനെ ഉപേക്ഷിക്ക. എന്നെ വിശ്വസിച്ച് വന്ന കുട്ടിയാ അവളെ ഞാൻ എങ്ങനെ കൈവിടുക? ഞങ്ങൾ നിന്നെ വിശ്വസിച്ചു, നീ കൈവിട്ടില്ലേ? വിശ്വാസത്തെ കുറിച്ച് വിശ്വാസവഞ്ചകർ സംസാരിക്കണ്ട. നീ ഈ സമയത്ത് എന്തിനു വന്നതാണെന്നും ആര് പറഞ്ഞയച്ചിട്ട് വന്നതാണെന്നും എനിക്കറിയാടാ. എന്നെ ആര് പറഞ്ഞയക്കാനാ അമ്മേ? ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനാ വന്നത്. അല്ലെങ്കിലും എന്റെ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് മറ്റാരെങ്കിലും എന്നെ പറഞ്ഞു വിടണോ? ഒന്ന് നിർത്തട നിന്റെ നാടകം. നിന്റെ ഭാര്യ വാതിൽ പടിയുടെ പുറത്തു നിന്ന് നിന്നെ അകത്തേക്ക് കയറ്റി വിട്ടത് ഞങ്ങൾക്ക് കാണാൻ പറ്റും. അവനി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. പോവാൻ. അമ്മേ വേണ്ട, ഞാൻ പറയുന്ന കേക്കമ്മേ. ഈ വീട്ടിൽ തന്നെ നിന്ന് എല്ലാം അങ്ങ് ശരിയാക്കാന്ന് വിചാരിച്ചോ നീ? എന്റെ മകനെ ഓരോന്ന് പറഞ്ഞു മയക്കി ഞങ്ങളുടെ അടുത്ത് നാടകം കളിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ച് കേറാമെന്ന് കരുതിയിരിക്കുകയാണോ നീ? ഞാൻ പറഞ്ഞയച്ചിട്ടില്ലമ്മേ, ഏട്ടനായിട്ട് വന്നതാ. കള്ളം. സത്യം. നിന്റെ കണ്ണിൽ ആ സത്യം ഞാൻ കാണുന്നില്ല.
നിങ്ങൾ കാണാത്തത് കൊണ്ട് മാത്രം സത്യം കള്ളമാകുന്നില്ല. നീ എന്നോട് തർക്കുത്തരം പറയുന്നു. നിന്നെ ഞാൻ നിനക്ക് നിന്റെ നാവിനും ഒരു അതിര് വെക്കുന്നത് നല്ലത്. ഞാൻ തെറ്റ് ചെയ്യാതിരുന്നിട്ടും ഒരുപാട് തവണ അടിച്ചിട്ടുണ്ട്. അന്നൊക്കെ വിഷമം തോന്നിയിട്ടുമുണ്ട്. ഇപ്പൊ വിഷമം തോന്നുന്നില്ല. എന്റെ അമ്മയായിട്ട് നിങ്ങൾ എന്നെ എത്ര തവണ അടിച്ചാലും ഞാനത് സഹിക്കും. നീ എന്നെ അമ്മയായി കണ്ടാലും ഞാൻ ഒരിക്കലും മരുമകളായി കാണില്ല. അനന്തരവളായി കഴിഞ്ഞപ്പോഴും ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടുത്തെ മരുമകളാ. എന്തും ഞാൻ സഹിച്ചോളാം. നേരം കെട്ട നേരത്ത് നമുക്കിടയിലൊരു സംസാരം വേണ്ട. മര്യാദക്ക് നിങ്ങളുടെ മുറിയിലേക്ക് പോ. നിങ്ങളുടെ ഈ മകന് ഒരു ദിവസം നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാൻ തോന്നാത്തെ. നിങ്ങളുടെ മൂത്ത മകൻ ഒരു ബന്ധവുമില്ലാത്തൊരു പെണ്ണിനെ താലി കെട്ടി കൊണ്ടുവന്നപ്പോ അവരിവിടുന്ന് പുറത്താക്കാതെ വീട്ടിൽ തന്നെ നിർത്തി. ഞാൻ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവളാണ്. എന്നെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് പറ്റുന്നില്ല. പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് അവളുടെ കഴുത്തിൽ മാലയിട്ട് കൊണ്ടുവന്ന് അച്ഛനമ്മമാരെ ഭീഷണിപ്പെടുത്തി കാര്യം നേടുന്ന മക്കളുള്ള കാലത്ത് ഏട്ടൻ നിങ്ങളുടെ അടുത്ത് സത്യം തുറന്നു പറയാൻ ഒരുപാട് കാലം പ്രയാസപ്പെട്ടിരുന്നു. എന്റെ ഏട്ടന് നിങ്ങളെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ മാത്രം നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ അഭിമാനമായിരുന്നില്ലേ? വീണ്ടും ആ ദിവസങ്ങളിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും. എന്റെ ഭർത്താവ് എത്ര നല്ലവനാണെന്നും നിങ്ങളുടെ മകന്റെ സ്വഭാവം എന്താണെന്നും നിങ്ങളുടെ കണ്ണ് തുറപ്പിച്ച് ഞാൻ കാണിച്ചു തരും. അത്രയും നാളും ഞാൻ ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞു പോരാടും. നിങ്ങളെ മനസ്സിലാക്കുന്ന മനസ്സുകളല്ല ഇത്. അത് കല്ലായിട്ട് നിൽക്കുക. ആ മനസ്സിനെ എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മയോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിന്റെ പകുതി സ്നേഹമെങ്കിലും ആ അമ്മയ്ക്ക് നിങ്ങളോട് തോന്നുന്ന ദിവസം നമുക്ക് വരാം. അന്ന് വരെ തീർച്ചയായും വന്ന് കാണാം. ഇപ്പൊ വായേട്ടാ. എത്ര അഹങ്കാരത്തോടെ അവള് സംസാരിച്ചെന്ന് കണ്ടോ? നിന്നെ ഞാൻ ബേബി, കവിളാകെ ചുവന്നിട്ടുണ്ടല്ലോ. ഓ, അമ്മ നിന്നെ അടിച്ചതിന്റെ വീക്കമാണല്ലേ? എല്ലാം ഞാൻ കണ്ടു ചേച്ചി. അമ്മ ശരിക്കും ഒരു സ്ട്രോങ് ലേഡി ആയതുകൊണ്ട് കവിളപ്പം പോലെ തന്നെ പൊങ്ങണം. ഇത് പക്ഷെ നോർമൽ ആണല്ലോ. നീയും ഭയങ്കര സ്ട്രോങ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അടിച്ചതിൽ എനിക്ക് വിഷമമൊന്നും ഇല്ലമ്മയെന്ന് അവിടെ പറഞ്ഞിട്ടാണല്ലോ വന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്തിനാ അവനി? ഞാൻ എന്തായാലും അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറ്റപ്പെടുത്തൽ കേൾക്കുന്നവർക്കും അടി വാങ്ങുന്നവർക്കും ചിലപ്പോ ദേഷ്യം തോന്നും. നമ്മുടെ നന്മ തിരിച്ചറിയാൻ പറ്റാത്തിടത്ത് കഴിയുന്നത് എന്തിനാണെന്ന് തോന്നിയിട്ട് ആ സ്ഥലം വിട്ടുപോകും. നീ എന്താ അവനി വേതാളത്തെ പോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ? അയൽവക്കത്തെ ശത്രുക്കൾ എന്ന ബിരുദം തന്ന് നിങ്ങളെ പുച്ഛത്തോടെ അവര് കാണുന്നത്. എന്നിട്ട് പോലും എന്തൊരു വാശിയാ നിനക്ക്. ഒരു സിസ്റ്റർ ആയിട്ട് ഞാൻ നിനക്ക് നല്ലൊരു ഉപദേശം തരാം, കേട്ടോ? നിന്റെ ലൈഫ് അടിപൊളിയായിട്ട് മാറും. ആണോ? മോള് പറ കേക്കട്ടെ.
എന്റെ ശ്രീകരനെ എനിക്ക് വിട്ടു തന്നിട്ട് നീ പൊയ്ക്കോ. സമാധാനായിട്ട് നിനക്ക് ജീവിക്കാം. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഒന്ന് മാറ്. മാറ്റങ്ങൾ എപ്പോഴും നല്ലതിനാ. കേട്ടല്ലോ? ഗുഡ് നൈറ്റ്. ഏയ് കില്ലാടി, മാറ്റം വേണ്ടത് എനിക്കല്ല, നിനക്ക. നീ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ച അന്നു തൊട്ട് നിന്റെ സക്സസ് ഗ്രാഫ് ഒന്ന് ആലോചിച്ചു നോക്ക്. എന്തെങ്കിലും നേടാൻ പറ്റിയോ നിനക്ക്? നത്തിങ്. വിത്ത് വിതച്ചിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് മുള വന്ന് ചെടിയായനെ. നിനക്കാ പറഞ്ഞ ഗ്രോത്ത് പോലും ഇല്ല, യാതൊരുവിധ ഡെവലപ്മെന്റും ഇല്ല. ഇനി മോള് പറ, ഈ വീട് വിട്ടു പോകേണ്ടത് നീയോ ഞാനോ? കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം എന്നോട്. മര്യാദ എല്ലാവർക്കും എങ്ങനെ കൊടുക്കാൻ പറ്റും? അതിന് ഒരു അർഹത വേണോന്ന് കേട്ടിട്ടില്ലേ നീയ? നീ വല്ലാതെ ഓവർ ആവുന്നുണ്ട്. വേദവതി അമ്മയുടെ മരുമകളാ ഞാൻ, അനന്തരവളും കൂടിയാ. ഒരല്പം ഓവറായില്ലെങ്കിൽ ശരിയാകും അത്. നിഹാരികയുടെ സ്വഭാവം അറിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ചൊറിയുന്നത് നിന്റെ നല്ലതിനല്ല. പാമ്പിന്റെ വാലിൽ ചവിട്ടിയാൽ അതെങ്ങനെ തിരിച്ചു കൊത്തുവോ? നല്ലവരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാലും അത് തന്നെയാവും ഫലം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അണ്ടർലൈൻ ചെയ്തു വെച്ചോ. ഞാൻ മുമ്പത്തെ പോലെ ഇവിടെ നിന്നെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുന്നതേ ഇല്ല. ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് അറിയുന്നത് വരെ നീ വെറും ഒരു എതിരാളിയായിരുന്നു. സത്യം ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ലേ? നിന്നെ ഞാനിപ്പോ ഒരു ടിഷ്യൂ പേപ്പർ ആയിട്ട് പോലും കാണുന്നില്ല. നീ ഇപ്പൊ എന്റെ ദൃഷ്ടിയില് ഒരു സൈഡ് ക്യാരക്ടറാ. നീയാണോ മെയിൻ ക്യാരക്ടർ? എന്റെ എയിം അത്. നടക്കുന്ന കാര്യമേ അല്ല. എന്റെ അമ്മ എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് നീ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലേ? ഇനി നമുക്ക് വെറുതെ ഒരു ചലഞ്ച് വെച്ചാലോ? നാളെ ഞാൻ എന്റെ വീട്ടില്, അതെ നിന്റെ അയൽ വീട്ടില് ഞാൻ പാല് തിളപ്പിച്ച് സാധാരണ ഒരു പ്രസാദം ഉണ്ടാക്കി ഞാൻ എന്റെ അമ്മയെ കൊണ്ട് കഴിപ്പിക്കും. നിനക്ക് തടയാൻ പറ്റുമോ? നിന്നെ ഇപ്പൊ വെറുപ്പാ അവർക്ക്. ഇറ്റ്സ് ഇംപോസിബിൾ ടാസ്ക്. എന്റെ ടാസ്കും അതിന്റെ റിസ്ക് ഞാൻ നോക്കിക്കോളാം. നീ അതിന് ഓക്കെയാണോ? ബെറ്റിംഗ് എന്താ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് നീ എന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുമല്ലോ, അത് മതി. അമ്മ മാത്രമല്ല, നിങ്ങൾ എല്ലാവരെ കൊണ്ട് പ്രസാദം ഞാൻ കഴിപ്പിച്ചിരിക്കും. അതൊന്നും നടക്കില്ല. നേരം വെളുത്തിട്ട് കാണാലോ. നോക്കാം. ഗുഡ് നൈറ്റ് ബേബി. എന്റെ അനിയനും എന്റെ മകളും എന്നെ കരയിപ്പിക്കുന്ന പോരാഞ്ഞിട്ട് ഇതും എന്നെ കരയിപ്പിച്ചോണ്ടിരിക്കുക. ഗൗതമി ചേച്ചി. ശേഖർ സാറേ, വരൂ വരൂ വരൂ. വന്നട്ടെ, ഇരിക്കേ. സുഖമാണോ ശേഖർ സാറേ? അങ്ങനെയൊക്കെ പോകുന്നു, ഇരുന്നാട്ടെ. അയ്യോ, അത് കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു വിശേഷമില്ലാതെ നിങ്ങൾ വരില്ല? എന്തെങ്കിലും പ്രത്യേകിച്ച്? ഞങ്ങളുടെ മോളുടെ കല്യാണമാ, വെഡിങ് കാർഡ് തരാൻ വേണ്ടി വന്നതാ. നിങ്ങൾ മറക്കാതെ വരണം. പയ്യോ അങ്ങോട്ട് വരണേ. അല്ല, നിഹാരിക എവിടെയാ ഉള്ളത്? വേദവതി അമ്മയുടെ വീട്ടിലാ ഉള്ളത്. അല്ല, ഇങ്ങനെ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. കല്യാണത്തിന് മുമ്പ് അവളെ മരുമകളാവാൻ പോകുന്നവളല്ലേന്ന് കരുതി നിർത്തിയതല്ലേ? അതില് വലിയ തെറ്റൊന്നുമില്ല. കല്യാണം മുടങ്ങിപ്പോയതിനു ശേഷവും പിന്നെ എന്തിനങ്ങനെ നിർത്തിയിരിക്കുന്നത്? വെറും വിഡ്ഢിത്തമല്ലേ അതൊക്കെ? അതെ ശേഖർ സാറേ, നിങ്ങളുടെ മകൾക്ക് വേറെ കല്യാണമൊന്നും നടക്കില്ലെന്ന് എല്ലാവരും കരുതില്ലേ? അതൊന്നും അല്ലെന്നേ, ഞങ്ങളുടെ മകളോട് അവരെങ്ങനെങ്കിലും നീതി കാണിക്കുമെന്നാ പറഞ്ഞത്. അവര് വെളിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞ നിങ്ങൾ അതും കേട്ട് ഇങ്ങോട്ടേക്ക് വരണോ? അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾക്ക് ദേഷ്യം തോന്നുമായിരിക്കും. ആരെങ്കിലും സ്വന്തം മോളെ ഇത്രയും ദിവസം അന്യ വീട്ടിൽ കൊണ്ടേ നിർത്തോ?
ശരിക്കും തെറ്റ് മുഴുവൻ നിങ്ങളുടേതാ സാറേ. നിങ്ങളുടെ ആലോചനയിൽ തന്നെ ഒരു തെറ്റുണ്ട്. എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? നിഹാരികയോട് നിങ്ങൾക്ക് ചിലപ്പോ വലിയ സ്നേഹമൊക്കെ കാണും. അതുകൊണ്ട് മാത്രം നിഹാരിക പറയുന്ന എല്ലാ കാര്യത്തിനും പട്ടി വാലാട്ടുന്നത് പോലെ നിങ്ങൾ തലയാട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ അത് വലിയ പ്രശ്നമായി തീരും. നിഹാരികയുടെ ജീവിതത്തിനും അത് പ്രശ്നമാകും. അല്ല, ഒരു ബന്ധമുള്ളതുകൊണ്ട് നിങ്ങളുടെ നല്ലതിനു വേണ്ടി ഒന്ന് പറഞ്ഞതാ. പോയി അവളെ വീട്ടിലേക്ക് കൊണ്ടുവാ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഉള്ള പേരും കൂടെ പോയി കിട്ടും. ഞങ്ങളുടെ മകളെ ഉണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളെ പോലെ കൊഞ്ചിച്ച് വഷളാക്കിയിട്ടില്ല. ഞങ്ങൾ കൊണ്ടുവന്ന കല്യാണാ നോക്കുന്നത്. എന്നാ കല്യാണത്തിന് മറക്കാതെ വന്നേക്കണേ. ശരിയെന്നാ ഇറങ്ങട്ടെ. ആകെ നാണക്കേടായല്ലോ ചേട്ടാ. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയാ അവര് പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മൾ ഇത്രയും കാലം നിഹാരിക പറയുന്നത് മാത്രമേ കേട്ടത്. അവൾ പറഞ്ഞത് മാത്രമാണ് കേട്ടതും. ഇനി അവൾ ആ വീട്ടിൽ തന്നെ നിൽക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ പ്രയോജനം? അവര് നീതി കാണിക്കുന്നുള്ളതിന് എന്താണ് ഗ്യാരണ്ടി? അതെ ഏട്ടാ, അവളുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളായിട്ട് വഴിയൊരുക്കിയ പോലെയുണ്ട്. ഇപ്പൊ തന്നെ പോയി നിഹാരികയെ വീട്ടിലേക്ക് കൊണ്ടുവരാം. വാ ഏട്ടാ. ഇവിടെ ഒരു ടേബിൾ ഇട്ടേക്കാം. ആ ഭാഗത്തായിട്ടൊരു സ്റ്റൗ വെക്കാം. ഇവിടെ അവൻ ഇവിടുന്ന് പറഞ്ഞയക്കാത്തത് അമ്മ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ. അതെ അതെ, ആവനി ഇപ്പൊ നമ്മുടെ തലയിലാ കയറിയിരിക്കുന്നെ. അമ്മേ അമ്മേ, അവന് എന്താ ചെയ്യുന്നേ? ആ റൂമില് എവിടെയൊക്കെ എന്തൊക്കെ സാധനം വെക്കണമെന്ന് പ്ലാൻ ചെയ്യൂ അവള്. അതായത് അവര് വീട്ടിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ഇറങ്ങി പോവില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാ. അത് തന്നെ കാര്യം. പെട്ടെന്നെടുക്ക്. എവിടെ കൊണ്ട് വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ സാർ. നമ്മൾ സംശയിച്ച സത്യമാണ്. സാധനങ്ങളുമായിട്ട് വണ്ടി വന്നിട്ടുണ്ട്. ഏട്ടാ, ഏട്ടാ, സാധനങ്ങളൊക്കെ വന്നോ? ആ വന്നല്ലോ അവനെ. ചേട്ടാ ഒന്ന് വേഗം കൊണ്ടുവരണേ. അയ്യോ രാമാ, നിങ്ങളോടൊക്കെ പറയാനും വിട്ടുപോയി. അയൽവക്കത്തേക്ക് മാറിയതല്ലേ ഇപ്പോ, അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതാ. എന്റെ ഭർത്താവിന്റെ അമ്മയും മറ്റു കുറച്ചു പേരും ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് ഞങ്ങൾക്കൊരു ഒഴിഞ്ഞ മുറിയാ തന്നത്. ആ റൂമിലൊരു കുടുംബം തുടങ്ങണമെങ്കിൽ മിനിമം വേണ്ട സാധനങ്ങളൊക്കെ വേണ്ടേ? ഏട്ടാ, എനിക്ക് അതേ സ്റ്റൗ സിലിണ്ടറും വേണം. അത് കഴിഞ്ഞിട്ട് കട്ടിലും വാഷിംഗ് മെഷീനും ഒക്കെ ഇറക്കിയാ മതിയെന്നേ. ശരി അവനെ. പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷം നമ്മൾ പാല് തിളപ്പിക്കണമെന്ന് കരുതിയിരുന്നതല്ലേ. നിങ്ങൾ വേഗം വന്നേക്കണേ. ഓക്കെ അവനെ, ഞാൻ ഓരോന്നായിട്ട് കൊണ്ടുവന്ന് ഇറക്കാം. നീ എവിടെയാ വെക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്ക് കേട്ടോ. എന്താ സാർ, ഇത്ര വലിയ വീടും വില കൂടിയ ഫർണിച്ചറും ഉള്ളപ്പോ നിങ്ങൾ ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിയത് എന്തിനാ? എന്ത് പറയാനാ എന്റെ ചേട്ടാ, ഞങ്ങളുടെ കഥ ആദ്യം തൊട്ട് പറയാൻ നിന്നാലേ 2 പാർട്ടുള്ള ഒരു സിനിമ എടുക്കാം. അയ്യോ, എന്നാ പറയണ്ട സാറേ. ഏട്ടാ, സമയാകുന്നു. ശരി ശരി ശരി. ആ നീ ചെല്ല്. അയ്യോ രാമാ, മറന്നു പോയല്ലോ. എനിക്ക് പായസം ഉണ്ടാക്കണം, പ്രസാദം ഉണ്ടാക്കണം. ഒന്ന് വേഗം വന്നേ. ശരി. നിന്റെ അയൽ വീട്ടില് പാല് തിളപ്പിച്ച് സാധാരണ ഒരു പ്രസാദം ഉണ്ടാക്കി ഞാൻ എന്റെ അമ്മയെ കൊണ്ട് കഴിപ്പിക്കും. ഭയങ്കര ഓവറല്ലേ ഇതൊക്കെ? ഓവർ എന്ന വാക്ക് വരെ വളരെ ചെറുതാ. അതിനേക്കാൾ വലിയതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വരൂ. ആ അത് കൊണ്ടുപോയിട്ടെ ആ മുറിയിൽ വെച്ചോളൂ. അമ്പമ്പമ്പമ്പോ. മൊത്തം 25 ബോക്സാ പോയത്.
എല്ലാം അകത്തെത്തിയിട്ടുണ്ട് സാർ. ഓക്കെ, ഇത് വെച്ചോളൂ. ഇതെന്താ സാറേ, ഞങ്ങൾ 10 പേരില്ലേ?